പ്രിയപ്പെട്ടവരെ, ഒരുപാട് പാവപ്പെട്ട രോഗികള് കണ്ണീരോടെ ചികിത്സക്ക് പണമില്ലാതെ വിഷമിച്ചു നിൽക്കുമ്പോ ആ രോഗികളുടെ കണ്ണീരൊപ്പി, ആ കുടുംബത്തിന്റെ സങ്കടങ്ങളൊപ്പി നന്മയുള്ള ലോകത്തിന്റെ മുമ്പില് ഈ എളിയവൻ സമർപ്പിച്ചപ്പോ നിങ്ങളൊക്കെ അത്തരത്തിലുള്ള രോഗികളുടെ കണ്ണീര് കണ്ട്, ദയനീയത കണ്ട്, വിഷമം കണ്ട് നിങ്ങളെ ചേർത്ത് പിടിച്ചവരാണ്. ഒരു 2 മിനിറ്റ് എന്റെ ഈ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കണം പ്രിയപ്പെട്ടവരെ. എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമസ്കാരം. ഞാൻ ജാബിർ നിസാമിയാണ്. പ്രിയപ്പെട്ടവരെ, സുദീർഘമായി പറയുന്നില്ല. ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയത്തിൽ നന്മയാർന്ന നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹകരണവും എനിക്ക് വേണം. കാസർഗോഡ് ജില്ലയിലെ കുംഡാജ എന്ന് പറയുന്ന പ്രദേശത്തുള്ള KP അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന കേവലം 29 വയസ്സ് മാത്രമുള്ള ഒരു പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന, ജീവിതത്തിലെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്ന, ഒരു നാട്ടിലെ പൊതുപ്രവർത്തകനായിരുന്ന, ഒരുപാട് പാവങ്ങളെയും അല്ലെങ്കിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിച്ചിരുന്ന അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു സ്വഭാവിയായ ഒരു ചെറുപ്പക്കാരൻ. പ്രിയപ്പെട്ടവരെ, ആ നാട്ടിലെ പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖിന്റെ നാട്ടിലുള്ള ലീഗ് പ്രവർത്തകരും, ലീഗ് കമ്മിറ്റി ഭാരവാഹികളും, മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവരും, BJPയിലുള്ളവരും, അങ്ങനെ തുടങ്ങി കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് എന്ന ചെറുപ്പക്കാരന് ചേർത്തുപിടിക്കാൻ, ഇരുവൃക്കകളും നഷ്ടപ്പെട്ട് ആ പ്രിയപ്പെട്ട യുവാവിന്റെ ജീവൻ രക്ഷപ്പെടുത്തണമെങ്കിൽ ഭീമമായ 40 ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി ഭാരവാഹികൾ എന്റെ അടുക്കൽ വരികയുണ്ടായി. ആ പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖിന് വേണ്ടി ഉസ്താദെ, നമുക്ക് ചികിത്സ സഹായ സമാഹരണം നടത്തുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്നോട് അഭ്യർത്ഥിച്ചപ്പോ, നാട്ടിലെ ആ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖിനെ കാണാൻ വേണ്ടി, ആ വീട്ടിലേക്ക് വീഡിയോ പകർത്താൻ വേണ്ടി വളരെ സുതാര്യമായ കമ്മിറ്റി എന്നോട് പറയുമ്പോൾ ഞാൻ അവിടെ പോയി. ആ നാട്ടിലെ എല്ലാ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ കരുണയുള്ള നന്മയുള്ള ലോകത്തിന്റെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ പോയി. അങ്ങനെ അബൂബക്കർ സിദ്ദീഖിന്റെ വീഡിയോ ഞാൻ എടുത്തു. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ സങ്കടവും കണ്ണീരും, ആ ചെറുപ്പക്കാരൻ അതിൽ വല്ലാതെ വിഷമിച്ച് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ ഒക്കെ പകർത്തി ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് എന്ന ആ ചെറുപ്പക്കാരൻ എന്റെ കൈ പിടിച്ചു. ഒരുപാട് വീഡിയോകൾ ഞാൻ എടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ചെറിയ ആയുസിന്റെ ഇടയിൽ പടച്ച റബ്ബ് നൽകിയ ഒരു തൗഫീഖായിരിക്കാം ഒരുപാട് പാവപ്പെട്ടവരെ കണ്ണീരൊപ്പിയ ഞാൻ ഇതുവരെ എനിക്കുണ്ടാകാത്ത ഒരു പുതിയ അനുഭവം. പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് എന്റെ കൈ പിടിച്ചു. അബൂബക്കർ സിദ്ദീഖിന്റെ മുഖത്തെന്തോ ഒരു വിഷമം കാണുന്നുണ്ട്. സ്വാഭാവികമായി ഒരു രോഗിയായ വിഷമമല്ല ആ സിദ്ദീഖിന്റെ മുഖത്ത് കാണുന്നുള്ളത്. ആ സിദ്ദീഖിന്റെ മുഖം കാണുമ്പോ ആ മനസ്സ് വായിക്കാൻ നമുക്ക് പറ്റും. ആ കൈ പിടിച്ചു. സിദ്ദീഖ് പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദെ, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. എനിക്ക് രോഗം വന്നതിലല്ല വിഷമം, അത് പടച്ച റബ്ബിന്റെ തീരുമാനമാ. പക്ഷേ ഞാൻ ഇന്നേ വരെ ജീവിച്ചത് നല്ല അന്തസ്സായിട്ടാണ്, നല്ല ഇസ്സത്തോടെയാണ്. അബുദാബിയിലെ ഒരു സെയിൽസ്മാൻ ആയിട്ട് നല്ല അഭിമാനത്തോടെ ജീവിച്ച ഒരു മനുഷ്യനാണ് ഉസ്താദെ. മറ്റുള്ളവരെ സങ്കടം കാണുമ്പോ ഒരു 100 രൂപയും 200 രൂപയും 500 രൂപയും കൊടുത്തിട്ടേ ശീലമുള്ളൂ ഉസ്താദെ. പക്ഷെ എനിക്ക് വേണ്ടി ഇന്ന് കൈയാചിക്കുന്ന ഒരു അവസ്ഥയൊക്കെ കാണുമ്പോ എനിക്ക് വല്ലാതെ സങ്കടമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉസ്താദെ, നിങ്ങളെ ഒരു ജ്യേഷ്ഠനായിട്ടോ അനുജനായിട്ടോ ഞാൻ കരുതാം. എന്റെ മുഖം കാണിക്കാതെ, എന്റെ സങ്കടം പുറം ലോകം കാണിക്കാതെ എന്റെ ജീവൻ രക്ഷിക്കാൻ, അത് എനിക്ക് ജീവിക്കാൻ കുറെ ആഗ്രഹമുണ്ടായിട്ടൊന്നുമല്ല. എന്റെ പ്രായമായ മാതാപിതാക്കള്, എന്റെ ഉപ്പയും ഉമ്മയുടെ ആഗ്രഹമാണ് ഞാനൊന്ന് ജീവിക്കുക എന്നത്. അവർക്കെന്റെ വേദന, അവർക്കെന്റെ സങ്കടം, അവർക്കെന്റെ പ്രയാസം ആ പ്രിയപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് മരണത്തെ ഭയന്നിട്ടൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, പണത്തിന് വേണ്ടിയല്ല ഇത് ഞാൻ പറയുന്നത്. ആ സിദ്ദീഖ് പറഞ്ഞ വാക്കുകളാ. എന്റെ മുഖം കാണിക്കാതെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരാമോ എന്ന ആ പ്രിയപ്പെട്ടവന്റെ ചോദ്യമാണ്. ഈ നന്മയുള്ള ഇത് കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപാട് കണ്ണീര് കണ്ട് സഹായിച്ചവരാണ്. ഒന്ന് അബൂബക്കർ സിദ്ദീഖിന് ഞാൻ അവനോട് പറഞ്ഞൊരു വാക്കുണ്ട്, സിദ്ദീഖെ, നമുക്ക് പരിശ്രമിക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപക്ഷേ എനിക്ക് സാധിച്ചില്ലെങ്കിൽ, എനിക്ക് നിന്റെ മുഖം കാണിക്കാതെ ഇത് സാധിച്ചില്ലെങ്കിൽ
അന്ന് നിന്റെ കണ്ണീര് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെക്കാതെ മറ്റൊരു മാർഗവുമില്ലല്ലോ സിദ്ദീഖെ. ഒന്ന് ശ്രമിക്കാം. കേവലം വാക്കില് നമ്മൾ ശ്രമിക്കാമെന്ന് പറഞ്ഞ് അത് ശ്രമിക്കാതിരിക്കുമ്പോ വാക്ക് വഞ്ചനയാണ്. അങ്ങനെ ഒരു രോഗിയെ വഞ്ചിക്കുന്നത് ശരിയല്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, ഇവിടെ ചികിത്സ കമ്മിറ്റിയുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെയുണ്ട്, വ്യക്തമായ കമ്മിറ്റിയുണ്ട്, നിങ്ങൾക്ക് വിളിച്ചന്വേഷിക്കാം. ഈ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ വീഡിയോ കാണുന്ന ഏതെല്ലാം നവമാധ്യമങ്ങളിൽ നിങ്ങൾ കാണുന്നുണ്ടോ, പ്ലീസ് ഒന്ന് ഏറ്റെടുക്കണം. 40 ലക്ഷം രൂപ എന്തുകൊണ്ട് നമുക്ക് ആ സിദ്ദീഖിന്റെ മുഖം കാണിക്കാതെ നമുക്ക് ചെയ്തുകൂടാ പ്രിയപ്പെട്ടവരെ? ഒരു മാതിരി ഒരു പ്രവർത്തനം നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? നിങ്ങൾ ചിന്തിക്കും, ജാബിർ നിസാമിക്ക് മുഖം കാണിക്കാതെ പണമുണ്ടാക്കി കൊടുത്തു എന്ന് അഹങ്കരിക്കാൻ ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ, ഒരിക്കലുമല്ല. അതെന്റെ റബ്ബിനെ സാക്ഷിയാക്കി പറയാ. ആ സിദ്ദീഖിന്റെ മുഖത്തിന്റെ വിഷമം കണ്ടിട്ട്, ആ പ്രിയപ്പെട്ടവന്റെ വാക്ക് കണ്ടിട്ട് മാത്രമാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിക്കുമോ? നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു 100 രൂപയാണെങ്കിൽ 100 രൂപ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്താണോ നിങ്ങൾ സഹായിച്ചിട്ട് ആ സിദ്ദീഖിന്റെ മുഖം ഇതിൽ കാണിക്കാതെ നാട്ടുകാരൊക്കെ നിന്ന് ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെക്കുകയാണ്. ഒരു ഫോട്ടോ പോലും അവന്റെ അത് കാണിക്കരുത് എന്ന ഒരു പ്രയത്നത്തിൽ ആദ്യത്തെ ഒരു പ്രയത്നം നടത്തും. ഒരു പക്ഷേ ഞാൻ പരാജയപ്പെട്ടു പോയാൽ ഞാൻ ആ പ്രിയപ്പെട്ടവന്റെ കണ്ണീര് കാണിക്കാതെ മറ്റൊരു മാർഗമില്ല. അതിനവസരം നിങ്ങൾ നൽകൂല. കേരളത്തിലും നന്മയുള്ള കാസർഗോഡ് ജില്ല സപ്തഭാഷാ സംഗമ ഭൂമിയാണ്. കാസർഗോഡുകാർ നല്ലവരാണ്, അത് കേരളീയർ ഏറ്റെടുക്കും. മലയാളികൾ പൊളിയാണ്, അവർ ചേർത്തു പിടിക്കുമെന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ജെന്യൂനിറ്റി വേണമെങ്കിൽ എന്നെ